കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക സംഘടനയുടെ പേരാണ് വിസ്ഡം എന്നുള്ളത്. ഇതിൽ ചിലരെങ്കിലും ഈ സംഘടനയുടെ പേര് ഇപ്പോൾ ഈ സൂംബ വിവാദവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും കേട്ടു തുടങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും എന്താണ് ഈ വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഘടന, എങ്ങനെയാണ് അവർ ഇത്രയധികം പ്രചാരം നേടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ഒരു പ്രവർത്തന രീതി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഘടനയാണ് വിസ്ഡം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിലനിൽക്കുന്ന, വിവിധ മുസ്ലിം സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന വിസ്ഡം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കേരള പതിപ്പാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. എന്താണ് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള വിസ്ഡം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വിവിധ രാജ്യങ്ങളിലെ മുസ്ലിം സമൂഹങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആശയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് വിസ്ഡം. ഇതിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഏകീകൃത ലീഡർഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആശയപരമായി ഇതെല്ലാം തന്നെ ഒരേ ധാരയിൽ നിന്ന്, ഇസ്ലാമിക ധാരയിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ഈ വിസ്ഡം എന്ന് പറയുന്ന ആശയം ഈജിപ്തിലെ കൗമാരക്കാരായ ചില ഇസ്ലാമിക് ചിന്തകരുടെ ഇടയിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. 1999-2000 കാലഘട്ടത്തിൽ മിസറിലെ അബു ഹംസ അൽ ഖത്താബി എന്ന പ്രബുദ്ധനായ ഒരു യുവാവ്, അതായത് ഒരു മത ചിന്തയുള്ള ഒരു യുവാവ്, ചില സമാന ചിന്തകളുള്ള സഹപ്രവർത്തകരുമായി ചേർന്നുകൊണ്ട് സ്ഥാപിച്ച ഒരു പഠന സംഘം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഹിക്മ എന്ന അറബിക് പദത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായി അവർ സംഘടനയ്ക്ക് വിസ്ഡം എന്ന് പേരിട്ടു. അറബി പാരമ്പര്യത്തിലും അതുപോലെ ഖുർആൻ ഘോഷിക്കുന്ന മൗലികമായ ചില ആശയങ്ങളുമൊക്കെ ആയിരുന്നു ഇവർ ഈ ഒരു പേരിൽ കൂടി തന്നെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. തുടക്കത്തിൽ ഒരു ചർച്ചാ ഗ്രൂപ്പ് എന്നൊക്കെയുള്ള നിലയിലാണ് വിസ്ഡം അരങ്ങേറിയത്. എന്നാൽ പിന്നീട് മതപഠനം, അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു NGO തലത്തിലുള്ള ആ ഒരു രീതിയിലുള്ള പ്രവർത്തനത്തിലേക്കൊക്കെ ഇവർ മാറി. 2005 അവർക്ക് സൗദി അറേബ്യ, ഇറാഖ്, UAE പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലെ ചില മുസ്ലിം അഭയാർത്ഥ സമൂഹങ്ങളിലൊക്കെയായി ശാഖകൾ ഉണ്ടായി. അവർ സംഘടിപ്പിച്ച ഇസ്ലാമിക് സെമിനാറുകൾ, യൂത്ത് ക്യാമ്പുകൾ, അതുപോലെ ഈ അനാഥ ശിശുക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ, പിന്നെ ഈ വിശ്വാസികളായിട്ടുള്ള അനാഥരുടെ ഒക്കെ ഇടയിൽ ഭക്ഷ്യക്കിറ്റുകളൊക്കെ വിതരണം ചെയ്യുക, ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് ഇവർ യഥാർത്ഥത്തിൽ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങിയത്. 2010 മുതൽ വിസ്ഡം ഔദ്യോഗികമായി ഒരു ഇന്റർനാഷണൽ NGO ആയി രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനിലേക്ക് മാറ്റി. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ കൂടാതെ ദക്ഷിണേഷ്യയിലെ വിവിധ രാജ്യങ്ങൾ എന്നീ പ്രദേശങ്ങളിലൊക്കെയായി നിരവധി ശാഖകൾ പ്രവർത്തിച്ചു തുടങ്ങി. ഇനി എന്താണ് ഇവർ ഈ ഒരു NGOയിലൂടെ, ഈ ഒരു സംഘടനയിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് സംഘടന പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരണമാണ്. അതായത് പാരമ്പര്യ ഇസ്ലാമിക പഠനം ഈ വിദ്യാർത്ഥികളിലേക്കും യുവജനങ്ങളിലേക്കും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന അജണ്ട എന്ന് ഇവർ തന്നെ പറയുന്നു. അടുത്തത് ധാർമ്മികമായിട്ടുള്ള നവോത്ഥാനം എന്നൊക്കെ വിളിക്കാവുന്ന ധാർമ്മികതയുടെ പ്രചരണം എന്നൊക്കെയുള്ള സംഗതിയാണ്. അതായത് ഇവരെ പല രീതിയിൽ സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ മൂല്യങ്ങളും അതുപോലെ ഇസ്ലാമിക ധാർമ്മികതയും ഒക്കെ പ്രചരിപ്പിക്കുക എന്നുള്ള, അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ വളർത്തുക എന്നുള്ളതൊക്കെയാണ് ഇവർ ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത് എന്ന് ഇവർ തന്നെ പറയുന്നു. മറ്റൊന്ന് ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഇവർ വളരെ വിസിബിളായി തന്നെ ഇത്തരത്തിൽ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകുക എന്ന പേരിൽ ഇവർ പല പ്രചരണങ്ങളും നടത്തി വരുന്നുണ്ട്. മറ്റൊന്ന് ഇന്റർഫെയ്ത്ത് ഡയലോഗാണ്. അതായത് മറ്റു മതസ്ഥരായിട്ടൊക്കെ സംവാദം നടത്തി, അങ്ങനെ സംവാദം നടത്തുന്നത് എന്തിനാണെന്നാണ് സംഘടന പറയുന്നത്, സാഹോദര്യവും പരസ്പര ബഹുമാനവും ഒക്കെ വളർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്റർഫെയ്ത്ത് ഡയലോഗ് സംഘടിപ്പിക്കുന്നത് എന്നാണ് ഈ സംഘടന പറയുന്നത്. പിന്നീടുള്ളത് സാമൂഹ്യ സേവനമാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹ്യൂമാനിറ്റേറിയൻ പരിപാടികളൊക്കെയാണ് വിസ്ഡത്തിന്റെ അടുത്ത ഒരു മുഖ്യ പ്രവർത്തനം. ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അലിഗ്വാൻ പരമ്പരാഗത ബന്ധമാണ് അതിൽ ഒരു കുപ്രസിദ്ധമായ ഒരു വിവാദം. അതായത് വിസ്ഡത്തിന്റെ സ്ഥാപകരിൽ ചിലർ ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ചില സംഘടനകളുടെ അംഗങ്ങളാണ് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. മിസറിൽ നിന്ന് പലതവണ ബ്രദർഹുഡ് ആശയബോധം കൊണ്ടുവന്ന്
അതിൻ്റെ അതിൻ്റെ ഒരു തുടർ രൂപം എന്നുള്ള രീതിയിലാണ് വിസ്ഡം പ്രവർത്തിക്കുന്നത് എന്ന് പല ഘട്ടങ്ങളിലും വിമർശനം ഉയർന്നിട്ടുണ്ട്. അടുത്തത് പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ടുള്ള വിസ്ഡത്തിന്റെ ഒരു ബന്ധമാണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പല സംഘടനകളും തള്ളിക്കളയുമ്പോഴും പല സംഘടനകളും ആഗോളതലത്തിലും അല്ലെങ്കിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ സംഘടനകൾ, മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞ് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോഴും വിസ്ഡം മതപരമായ നിയമങ്ങൾ ഒരു ദിവസം ഇവിടെ രൂപപ്പെടും, അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾ പിന്തുടരുന്ന ഒരു സമൂഹം ഈ ലോകത്തുണ്ടാവും എന്നുള്ള ഒരു നയം ഗൂഢമായി പിന്തുണയ്ക്കുന്നു എന്നുള്ള ആരോപണവും ഇവർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇവരുടെ അക്കൗണ്ടുകൾ, ഫണ്ടിങ് പല ഘട്ടങ്ങളിലും അത് ഫ്രീസ് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചില റാഡിക്കലായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള വിദേശ സംഭാവനകൾ ഇവർ സ്വീകരിച്ചു എന്നുള്ള ആരോപണത്തിന്റെ പേരിലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വിസ്ഡം പല സർക്കാരുകളുടെയും ഒരു റഡാറിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, ഇവർ നടത്തുന്ന ഈ ലിബറൽ ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പല പരിപാടികൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പുരോഗമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പുരോഗമനപരമായ നിലപാടുകൾ, ഇതിനെയെല്ലാം പൂർണ്ണമായി തള്ളിക്കളയുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അറബ് ലോകത്ത് തന്നെ ഉള്ള ചില പ്രമുഖ ഫെമിനിസ്റ്റ് സംഘടനകൾ തന്നെ ഇക്കാര്യത്തിൽ വിസ്ഡത്തെ വളരെയധികം വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് നേരിടുന്ന വിമർശനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇനി അടുത്തത്, ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ ഈ വിസ്ഡം പ്രവർത്തിക്കുന്നതിനെതിരെ ഇവിടെ തന്നെയുള്ള, അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഇവർക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നേരത്തെ മുസ്ലിം ലീഗൊക്കെ ഇവരുടെ കടുത്ത വിമർശകരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് കേരളത്തിലെ വിസ്ഡത്തിലേക്ക് വരാം. കേരളത്തിൽ ഈ ഒരു 2010-കളുടെയൊക്കെ തുടക്കത്തിലാണ് ഈ സാധനം രൂപം കൊള്ളുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലാണ് ഇതിൻ്റെ ഒരു രൂപീകരണ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു ജമാഅത്ത് അടിസ്ഥാനത്തിലുള്ള മതപഠനം മാത്രമല്ല, അതോടൊപ്പം ലോകവീക്ഷണവും സാമൂഹ്യ ബോധവും ഒക്കെ വളർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെയാണ് ഇവർ തുടക്കത്തിൽ മുന്നോട്ട് വെച്ചത്. അങ്ങനെ 2011-2012 കാലഘട്ടത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇവരുടെ ആദ്യ ഒരു ക്യാമ്പ് പ്രവർത്തനങ്ങളും അതുപോലെ സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികളൊക്കെ തുടങ്ങി. വിദ്യാബോധം, സമുദായബോധം, മതാധിഷ്ഠിത നൈതികത എന്നൊക്കെയുള്ള ഈ 3 പരിപാടികളാണ് ഇവരുടെ, അല്ലെങ്കിൽ ഈ 3 കാലുകളിലാണ് ഇവരുടെ ഈ സംഘടനയുടെ അടിസ്ഥാനം പടുത്തുയർത്തിയത് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. പിന്നീട് ഒട്ടും വൈകാതെ കോഴിക്കോട്, മലപ്പുറം, പിന്നീട് എറണാകുളം എന്നിങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവരുടെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോളേജുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തുടങ്ങിയത്. പുതിയ തലമുറ യുവാക്കളുടെ ഇടയിൽ മതബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും കുറയുന്നു അത് പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നൊക്കെയുള്ള നിലയിൽ വിസ്ഡം ചില പരിപാടികളും കോൺഫറൻസുകളും എല്ലാം സംഘടിപ്പിച്ചു തുടങ്ങിയതോടെ ഇതിന് ചില കുടുംബങ്ങളിലൊക്കെ തന്നെ അതായത് വിശ്വാസി കുടുംബങ്ങളിലൊക്കെ തന്നെ ഇതിനൊരു സ്വീകാര്യത ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കേരളത്തിലുള്ള ഈ ഒരു വിസ്ഡം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പ്രവാസികളുടെ ഇടയിലും അതുപോലെ ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലുമൊക്കെ ഈ കേരള വിസ്ഡം ഇങ്ങനെ പ്രചാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിന്റെ സംഘാടകർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊരു പരിധിവരെ വിജയിച്ചു എന്നുള്ളതും സത്യമാണ്. കേരളത്തിലും ഈ പറഞ്ഞ ഒരു അന്താരാഷ്ട്ര തലത്തിലൊക്കെയുള്ള ഇവരുടെ ഒരു പരിപാടികളുടെ ഭാഗം തന്നെയാണ് ഇവിടെ ഈ മുസ്ലിം സമൂഹത്തിനുള്ള എതിരെ ഉയരുന്ന വിമർശനങ്ങളെ എതിരിടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അതിന്റെ ഭാഗമായി എക്സ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഉയർത്തുന്ന വിമർശനത്തെ മറികടക്കാൻ വേണ്ടി ഇവർ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളും അതുപോലെ യൂട്യൂബ് ചാനലുകളും എല്ലാം ഇവർ നടത്തുന്നുണ്ട്. പിന്നെ ഇന്റർഫെയ്ത്ത് ഹാർമണിയൊക്കെ എവിടെയും മുമ്പ് ഇത് സമാധാനം നിലനിർത്താനും മതങ്ങൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാക്കാനും ഒക്കെയാണ് പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും പലപ്പോഴും ഇത് ഇതര മത വിമർശനം എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ സംവാദങ്ങളുടെ ഒക്കെ ഒരു പോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ പറയുന്ന നവ മുസ്ലിം തലമുറയെ
ഈ അവരുടെ ഈ അമിത മതാഭിമാനത്തിലേക്ക് കൊണ്ടുപോവുക, അതല്ലെങ്കിൽ കഠിനമായ മതപാതയിലേക്ക് അവരെ നടത്തുക എന്നൊക്കെയുള്ള പരിപാടികളും ഇവർ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഇസ്ലാമിക ഭൗതികതയുടെ പുനരുദ്ധാരണം എന്നൊക്കെ പറയുന്ന പോലുള്ള ചില ഭയങ്കരമായിട്ടുള്ള യമണ്ടൻ വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആളുകളെ കൂടുതൽ റാഡിക്കലാക്കുക എന്ന് സിമ്പിളായി നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ, അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾ, പിന്നെ ഇവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക ഗ്രന്ഥശാലകൾ, പിന്നെ ഈ യൂറോപ്പിലൊക്കെ നടത്തുന്ന പോകുന്ന സമാനമായുള്ള ഹ്യൂമാനിറ്റേറിയൻ സഹായം, ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രധാന പരിപാടികൾ. ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇവർ കോളേജുകളിൽ നിസ്കാര സൗകര്യം ഒരുക്കുക, അതുപോലെ സ്കൂളുകളിൽ വരുന്ന ഈ സൂംബ നൃത്തത്തെ മതപരമായ കണ്ണിൽ കൂടി കണ്ട് അതിനെ എതിർക്കുക എന്നൊക്കെയുള്ള ഒരു പരിപാടികൾ നടത്തുന്നത്. നേരത്തെ ഇവർക്കെതിരെ സമസ്ത പോലുള്ള സംഘടനകൾ, കാരണം ഈ സമസ്തയൊക്കെ സൂഫിസം പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു ഈ വിസ്ഡം കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ ആ രീതിയിൽ തന്നെ തിരിച്ചും സമസ്തയിൽ നിന്നും ഇതിനെതിരെ, അതായത് അവരൊക്കെ ഇതിനെ കരുതിയിരുന്നത് എന്താണ്, നവവാദം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഈ പാരമ്പര്യ സംഘടനകൾ ഇവരെ കണ്ടിരുന്നത്. ഇങ്ങനൊരു സംഘടനാപരമായും അതുപോലെ ചിന്താധാരപരമായും ഒക്കെ മുസ്ലിം ലീഗുമായും ഇനി SDP ആയി പോലും ഇവർക്ക് ഒരു എതിർ അഭിപ്രായം ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഈ ഒരു സൂംബ വിവാദത്തിൽ കൂടിയും മറികടക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സൂംബ വിവാദം വന്നതോടുകൂടി ഇവരുടെ വാദങ്ങളെ, വിശുദ്ധത്തിന്റെ വാദങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗും SDP-യും എല്ലാം രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ അന്താരാഷ്ട്ര ഇതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകളെയൊക്കെ ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നൊക്കെയുള്ളതെല്ലാം ഇവരുടെ ലക്ഷ്യമാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്തായാലും കേരളത്തിലെ വലിയ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 99% കൂടുതൽ മുസ്ലിങ്ങൾ ഇവരുടെ വാദത്തെ തള്ളിക്കളഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എവിടെയും ഒരു PTA നേതൃത്വത്തിലോ അല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിം രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഈ സുംബ നടക്കുന്ന ഇടങ്ങളിൽ പോയി പ്രശ്നമുണ്ടാക്കുക, അത്തരത്തിലുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. എന്തായാലും വിസ്ഡം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന വാദങ്ങളെ കേരളീയ മുസ്ലിം തള്ളിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു കൂടുതൽ മതാന്തതയിലേക്ക്, കൂടുതൽ റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ, ജെൻസി കാലഘട്ടത്തിലൊക്കെ ഇവർ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് കൗതുകകരമായി തന്നെ നോക്കിക്കാണേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ്.